നിലവിലെ കോപ്പ ചാമ്പ്യന്മാരായ ലോക ചാമ്പ്യന്മാർ മറ്റൊരു കലാശ പോരാട്ടത്തിന് കൂടി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് നടന്ന സെമി പോരാട്ടത്തിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന ഫൈനലിലേക്ക് മുന്നേറി. നായകൻ ലയണൽ മെസ്സി, ജൂലിയൻ അൽവാരസ് എന്നിവരുടെ ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. ഇന്നും അർജന്റീനയ്ക്കെതിരെ കാര്യമായ വെല്ലുവിളി ഉയർത്താൻ കാനഡയ്ക്കായില്ല. മത്സരത്തിന്റെ തുടക്കത്തിൽ ചില മുന്നേറ്റങ്ങൾ കാനഡ നടത്തിയെങ്കിലും ഫൈനൽ തേർഡിലെ മോശം പ്രകടനം അവർക്ക് മത്സരത്തിലുടനീളം തിരിച്ചടിയായി. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ അർജന്റീന ലീഡെടുത്തു. റോഡ്രിഗോ ടീപ്പോളിന്റെ ഒരു ബ്രില്യൻ പാസ് അൽവാരസിനെ കണ്ടെത്തുകയും അൽവാരസ് മികച്ച രീതിയിൽ പന്ത് വലയിലെത്തിക്കുകയുമായിരുന്നു. തുടർന്നും അവസരങ്ങൾ സൃഷ്ടിച്ച അർജന്റീനയ്ക്ക് പക്ഷേ ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും നേടാനായില്ല. മെസ്സിക്കും 1-2 അവസരങ്ങൾ ലഭിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ 51-ാം മിനിറ്റിൽ അർജന്റീന ലീഡ് ഇരട്ടിയാക്കി. എൻസോ ഫെർണാണ്ടസിന്റെ ഷോട്ട് മെസ്സി ഗോളിലേക്ക് തിരിച്ചുവിട്ടു. ഈ കോപ്പയിലെ മെസ്സിയുടെ ആദ്യ ഗോൾ. ഇതോടെ തുടർച്ചയായ 6 കോപ്പയിലും ഗോൾ നേടാൻ മെസ്സിക്കായി. അന്താരാഷ്ട്ര ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ അലി ദയെ മറികടന്ന് രണ്ടാമതെത്താനും മെസ്സിക്കായി. ഈ ഗോളിന് ശേഷം തിരിച്ചടിക്കാൻ കാനഡ ശ്രമിച്ചെങ്കിലും അവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. ഇതോടെ അർജന്റീന കഴിഞ്ഞ 5 കോപ്പയിൽ 4-ാം ഫൈനലും ഉറപ്പിച്ചു. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 51% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് അർജന്റീനയായിരുന്നു. 11 ഷോട്ടുകളാണ് അർജന്റീന തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 480 പാസുകൾ 84% കൃത്യതയോടെ അർജന്റീന പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് കാനഡ തൊടുത്തത്, 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 455 പാസുകൾ 86% കൃത്യതയോടെ കാനഡ പൂർത്തിയാക്കി. ഫൈനലിൽ കൊളംബിയ ഒഴികെ മത്സര വിജയികളെയാണ് അർജന്റീന നേരിടുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.